ഒരൊറ്റ മാവ് വെച്ചിട്ട് 5 ടൈപ്പ് ബജികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. 5 എണ്ണം എന്നല്ല, അതിലും കൂടുതൽ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ അതിനൊരു മാവ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, പിന്നെ അതാ പാകത്തിനുള്ള കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ അതാ കുറച്ച് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിലുള്ള അപ്പക്കാരുണ്ടല്ലോ, സോഡാപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിക്ക് ബാറ്റർ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അളവ് പറയാത്തത്, അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുമല്ല എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു കറക്റ്റ് അളവ് നമുക്ക് എന്തായാലും ഇതിൽ പറയാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഒന്നാണെങ്കിൽ പറയാനി. പിന്നെ ഇതാ ബജിമുളകാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അത് നല്ലോണം എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം, കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ബജിമുളക് 2 എണ്ണാക്കി മുറിച്ചിട്ട് നല്ല തിളച്ച ഓയിലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല തിളയ്ക്കണം. ഇല്ലെങ്കിൽ അതിൽ ഈ ബജിയൊക്കെ എണ്ണ കുടിക്കും. അതുകൊണ്ട് നല്ല തിളച്ച എണ്ണയിൽ മാത്രം ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കോരിയെടുക്കുക ചെയ്യണത്. ഈ ഒരു മാവിൽ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ബജിമുളക് നമുക്ക് മുറിച്ച് കൊടുക്കാതെ തന്നെ അതേ രീതിയിൽ തന്നെ ചെറിയൊരു കീറൽ അതിൻ്റെ ഉള്ളിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പച്ചക്കായ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ തിന്നായിട്ട് വേണം മുറിക്കാൻ, അല്ലെങ്കിൽ ഇത് വെന്ത് വരില്ല. പച്ചക്കായൊക്കെ നല്ല കട്ടിയുള്ളതല്ലേ. ഈ പച്ചക്കായയും ഉരുളക്കിഴങ്ങും ഈ വഴുതനങ്ങയൊക്കെ മുറിച്ചതിന് ശേഷം നമ്മൾ മാവിൽ മുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നേരിയ രീതിയിലുള്ള ഉപ്പ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ അടുത്തത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അതും ഇതേപോലെ തന്നെ നല്ല തിന്നായിട്ട് വേണം. കുറച്ചും കൂടി വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഒന്നുകൂടി നല്ലത്. പിന്നെ വീണ്ടും ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയിട്ട് ഓയിൽ മുക്കി പൊരിക്കാൻ, അത്ര തന്നെ ഉള്ളൂ. വലിയ ഒരു പണിയുള്ളതൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിലോ അതും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വഴുതനങ്ങയും നമ്മൾ ഇതേപോലെ തന്നെ തിന്നായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത് എല്ലാം കൂടി ഒരൊറ്റ മാവ് മതി എന്നാണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടി ഒന്നും ഉണ്ടാക്കണം എന്നില്ല. നമ്മൾ ഈ മാവ് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം നമ്മൾ ഓരോ ഇത് ഉണ്ടാക്കി പൊരിച്ചെടുത്താൽ മതിയാവും. എന്നും സമൂസയും മറ്റുള്ള പലഹാരങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ഇടയ്ക്കൊന്നും ഉണ്ടാക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഒരു വെറൈറ്റി ആവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പിന് എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നോമ്പ് എടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേകത തന്നെയാണല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ 5ാമത്തെ ബജി നമ്മളെ എഗ്ഗ് ബജിയാണ് കേട്ടോ. പക്ഷേ എഗ്ഗ് അത് വെന്ത് വരാത്തതുകൊണ്ട് അത് ഫ്ലോപ്പായി പോയി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യല്ലോ അതൊക്കെ.